നമസ്കാരം, സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ സഹകാരികളും പ്രക്ഷോഭത്തിലേക്ക്. സഹകരണ ബാങ്കുകൾക്ക് മുന്നിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. ചെറുവത്തൂർ വിജയ ബാങ്ക് കവർച്ച, പ്രതികൾക്ക് 10 വർഷം കഠിന തടവ്, 75 ലക്ഷം പിഴ അടക്കാനും വിധി. കുണ്ടംകുഴിയിലെ സുമംഗലി ജ്വല്ലറി കവർച്ച, പ്രതികളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ 32ാമത് ജില്ലാ സമ്മേളനം നവംബർ 25 മുതൽ കാഞ്ഞങ്ങാട്ട്. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. ദളിത് പീഡനത്തിനെതിരെ ദളിത് കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് പ്രതിഷേധ മാർച്ച്. ബാങ്ക് ജീവനക്കാരുടെ പെൻഷൻ പുതുക്കി നൽകണമെന്ന ആവശ്യം. ഓൾ കേരള ബാങ്ക് റിട്ടയറീസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന് സമാപനം. നാടൻ നെൽവിത്തനങ്ങൾക്ക് സംരക്ഷകരായി കാട്ടുകുളങ്ങരയിലെ കുടുംബശ്രീ പ്രവർത്തകർ. കുറുവയും തൊണ്ണൂറാനുമെല്ലാം ഇവരുടെ കൈകളിൽ സുരക്ഷിതം. വാർത്തകൾ വിശദമായി. സഹകരണ മേഖലയുടെ തകർച്ചയ്ക്കിടയാക്കുന്ന കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തം. കുന്നുമ്മൽ ബാങ്കിനു മുന്നിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. സഹകരണ മേഖലയെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ പ്രതിഷേധിച്ചാണ് സായാഹ്ന ധർണ സംഘടിപ്പിച്ചത്. കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്ക് സഹകാരികളുടെ നേതൃത്വത്തിൽ കുന്നുമ്മൽ ബാങ്കിനു മുന്നിൽ സംഘടിപ്പിച്ച സായാഹ്ന ധർണ AK നാരായണൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സാമ്പത്തിക മേഖലകൾ താഴെ പ്രവർത്തിക്കുന്ന ഒരു വലിയ സംഘടനമാരല്ല. നമ്മുടെ തൊഴിൽ തൊഴിലുകാർ, തൊഴിൽ ചെയ്യുന്ന ജീവനക്കാർ, തൊഴിലാളികൾ, അവരുടെ കൈകാര്യം ചെയ്യുന്ന അവരുടെ വേദനകളും വേദനകളും അവരുടെ ജീവിതത്തിൽ ചെയ്യുന്ന സന്ദർഭത്തിൽ ഈ 1500 നിർവഹണം വല്ലാത്ത ഘട്ടത്തിലാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സംവിധാനം സർക്കാർ. ബാങ്ക് പ്രസിഡന്റ് K വിശ്വനാഥൻ അധ്യക്ഷനായി. അഡ്വക്കേറ്റ് K രാജ്മോഹൻ, KV വിശ്വനാഥൻ, ദേവി രവീന്ദ്രൻ, HK ജിതേന്ദ്രനാഥ്, AV സഞ്ജയൻ, പപ്പൻ കുട്ടമത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ചെറുവത്തൂർ വിജയ ബാങ്ക് കവർച്ച, 5 പ്രതികൾ കുറ്റക്കാർ. പ്രതികൾക്ക് 10 വർഷം കഠിന തടവും 75 ലക്ഷം രൂപ പിഴയും കോടതി വിധിച്ചു. കാസർഗോഡ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പ്രസ്താവിച്ചത്. പ്രമാദമായ ചെറുവത്തൂർ വിജയ ബാങ്ക് കവർച്ചയിൽ 7ഓളം പ്രതികളാണുള്ളത്. മടിക്കേരി കുശാൽ നഗറിലെ S സുലൈമാൻ, ബളാൽ കല്ലഞ്ചിറയിലെ അബ്ദുൽ ലത്തീഫ്, ബല്ല കടപ്പുറത്തെ മുബഷീർ, ഇടുക്കിയിലെ MJ മുരളി, ചെങ്കള 4 മൈലിലെ മനാഫ്, മടിക്കേരി ഏർമാടിലെ അബ്ദുൽ ഖാദർ, കുശാൽ നഗർ ശാന്തിപ്പള്ളയിലെ അഷ്റഫ് എന്നിവരാണ് പ്രതികൾ. ഇതിൽ മടിക്കേരി ഏർമാടിലെ അബ്ദുൽ ഖാദറെ സംശയത്തിന്റെ ആനുകൂല്യം നൽകിയാണ് വെറുതെ വിട്ടത്. കുശാൽ നഗർ ശാന്തിപ്പള്ളയിലെ അഷ്റഫ് ഒളിവിലാണ്. ഇയാളുടെ വിചാരണ കോടതി മാറ്റിവെച്ചിരിക്കുകയാണ്. ഇവിടെ നിന്നും 20 കിലോ സ്വർണവും 3 ലക്ഷത്തോളം രൂപയും സംഘം കവർച്ച ചെയ്തു. കേസിൽ 130 സാക്ഷികളെ കോടതി വിസ്തരിച്ചിരുന്നു. വിവിധ വകുപ്പുകളിലായി 7 വർഷം കഠിന തടവും 7.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. കൂടാതെ വിജയ ബാങ്കിന് പ്രതികൾ 75 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും കോടതി വിധിച്ചു. പ്രോസിക്യൂഷൻ ഉന്നയിച്ച ക്രിമിനൽ ഗൂഢാലോചന എന്നുള്ള കുറ്റം മുഴുവൻ പ്രതികളും നടത്തിയിട്ടുണ്ടെന്നും വിധി പ്രസ്താവത്തിലൂടെ കോടതി കണ്ടെത്തിയിരുന്നു. പ്രോസിക്യൂഷൻ ഈ വിധിയിൽ പൂർണ്ണ തൃപ്തിയാണ്. എന്നിരുന്നാലും 7ാം പ്രതിയെ വെറുതെ വിട്ടതിനെ കുറിച്ച് ഞങ്ങൾ ജഡ്ജ്മെന്റ് ഒന്നും കൂടി കൂടുതൽ പഠിച്ചതിന് ശേഷം അപ്പീൽ ഫയൽ ചെയ്യുന്നതായിരിക്കും. പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം 7ാം പ്രതിക്കെതിരെയും തെളിവുണ്ട്. ഇതിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വിധി കേസന്വേഷിച്ച പോലീസിന്റെ അന്വേഷണ മികവിനുള്ള ഒരു അംഗീകാരം കൂടിയാണ്.
ചന്ദേര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ നീലേശ്വരം സിഐ KE പ്രേമചന്ദ്രനാണ് അന്വേഷണം നടത്തി ഹൊസ്ദൂർ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. എന്നാൽ ഹൊസ്ദൂർ കോടതിയിൽ നിന്നും കേസ് കാസർഗോഡ് CJM കോടതിയിലേക്ക് മാറ്റുകയായിരുന്നു. അന്നത്തെ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ A. ശ്രീനിവാസയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടന്നത്. ബാങ്കിന് തൊട്ടടുത്ത് പ്രവർത്തിച്ചിരുന്ന ചെറുവത്തൂർ ഫാമേഴ്സ് ബാങ്കിലെ CCTV ദൃശ്യങ്ങളാണ് കേസിന് തുമ്പുണ്ടാക്കിയത്. കാസർഗോഡ് CJM കോടതി G. അനിലാണ് വിധി പ്രസ്താവിച്ചത്. കുണ്ടംകുഴിയിലെ സുമംഗലി ജ്വല്ലറി കവർച്ച ചെയ്ത കേസിൽ പിടിയിലായവരെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഉത്തർപ്രദേശ് സ്വദേശി നേദ്രാമും അണങ്കൂരിലെ മൂക്കൻ ഷെരീഫിനെയുമാണ് റിമാൻഡ് ചെയ്തത്. സംഭവത്തിൽ ഉൾപ്പെട്ട 5 പേരെ ഇനിയും പിടികൂടാനുണ്ട്. ഒക്ടോബർ 4-ാം തീയതിയാണ് കുണ്ടംകുഴിയിലെ സുമംഗലി ജ്വല്ലറിയിൽ കവർച്ച നടന്നത്. മൊബൈൽ ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ച് സൈബർ സെൽ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതികളെ പിടികൂടാനായത്. 25,000-ഓളം ഫോൺ കോളുകളാണ് അന്വേഷണ സംഘം പരിശോധിച്ചത്. വൈദ്യുതി കട്ടർ ഉപയോഗിച്ചാണ് ഷട്ടറും ലോക്കറും സംഘം മുറിച്ചത്. അർദ്ധരാത്രിക്ക് ശേഷം ജ്വല്ലറിക്ക് മുന്നിലൂടെ പോലീസ് ജീപ്പ് കടന്നുപോകുന്നത് കണ്ട കവർച്ചാ സംഘം കിട്ടിയ ആഭരണങ്ങളുമായി രക്ഷപ്പെടുകയായിരുന്നു. ഇല്ലെങ്കിൽ മറ്റൊരു ലോക്കറിലുണ്ടായിരുന്ന സ്വർണം കൂടി നഷ്ടപ്പെടുമായിരുന്നു. UP സ്വദേശികളായ 4 പേരെ കൂടി പിടികൂടാനുണ്ട്. താമസിയാതെ ഇവരെ വലയിലാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. തമിഴ്നാട്ടിലും പശ്ചിമബംഗാളിലും UPയിലുമടക്കം നിരവധി കവർച്ചകൾ നടത്തിയ മോഷ്ടാവാണ് നേത്രാം. ഇവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു നൽകിയത് മുക്കൻ ഷെരീഫാണ്. 1/2 കിലോ സ്വർണവും 4.5 കിലോ വെള്ളിയുമാണ് സുമംഗലി ജ്വല്ലറിയിൽ നിന്നും കവർച്ച ചെയ്തത്. കേസിന് തുമ്പുണ്ടായേക്കാവുന്ന ഒരു തെളിവും ഇവിടെ നിന്നും അന്വേഷണ സംഘത്തിന് ലഭിച്ചില്ല. നിരവധി വിരലടയാളങ്ങൾ കണ്ടെടുത്തുവെന്നല്ലാതെ അവയൊന്നും സംഭവത്തിൽ പങ്കുള്ളവരുടേതായിരുന്നില്ല. എന്തൊക്കെയായാലും ജില്ലയിലെ എല്ലാ കേസുകളും ഒന്നിനു പിറകെ മറ്റൊന്നായി തെളിയിച്ചുകൊണ്ടിരിക്കുന്ന പോലീസിന് മറ്റൊരു പൊൻതൂവൽ കൂടിയാണ് ഈ കേസ് തെളിയിച്ചതിലൂടെ ലഭിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് KCN. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ 32ാമത് ജില്ലാ സമ്മേളനം നവംബർ 25, 26 തീയതികളിലായി കാഞ്ഞങ്ങാട്ട് നടക്കും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ 32ാമത് ജില്ലാ സമ്മേളനത്തിന് നവംബർ 25-ന് തുടക്കമാവും. മഞ്ചേശ്വരം MLA PB അബ്ദുൾ റസാഖ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. നമ്മുടെ 32ാം സംസ്ഥാന സമ്മേളനം തൊട്ടടുത്ത ജില്ലയായ കണ്ണൂരിൽ വെച്ച് ഡിസംബർ 19, 20, 21 തീയതികളാണ് വളരെ വിപുലമായ പരിപാടികളുടെ കണ്ണൂരിൽ വെച്ച് ആഘോഷിക്കുന്നത്. അതിൻ്റെ മുന്നോടിയാണ് കാസർഗോഡ് ജില്ലാ സമ്മേളനം. കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിൽ പൊതുജനങ്ങൾക്ക് വേണ്ടി ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ്, അതുപോലെ ജില്ലയിലെ ഫോട്ടോഗ്രാഫർമാർക്കായി വീഡിയോ ഫോട്ടോഗ്രാഫി ക്ലാസ്, സൗജന്യ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ക്ലാസ്, കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ ഫോട്ടോഗ്രാഫർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ വിപുലമായ ഫോട്ടോ പ്രദർശനം കാഞ്ഞങ്ങാട് പട്ടണത്തിൽ 25-ാം തീയതി രാവിലെ ബഹുമാനപ്പെട്ട കാഞ്ഞങ്ങാട് DYSP ശ്രീ K. ദാമോദരൻ അവർ ഉദ്ഘാടനം ചെയ്യുകയും അതുപോലെ മെഡിക്കൽ ക്യാമ്പ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ AGC ബഷീർ അവർ വ്യാപാരം വെച്ച് 25-ാം തീയതി രാവിലെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. AKPA ജില്ലാ പ്രസിഡന്റ് ഹരീഷ് പാലക്കുന്ന് അധ്യക്ഷനാവും. AKPA സംസ്ഥാന സെക്രട്ടറി ഗിരീഷ് പട്ടാമ്പി വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടത്തും. ചടങ്ങിൽ മുതിർന്ന ഫോട്ടോഗ്രാഫർമാരെ കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ ആദരിക്കും. കാഞ്ഞങ്ങാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ NA ഭരതൻ, K. സുധീർ, പ്രശാന്ത് തൈക്കടപ്പുറം, സുദർശനൻ, കലാധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഓൾ കേരള ബാങ്ക് റിട്ടയറീസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം സമാപിച്ചു. കഴിഞ്ഞ 20 വർഷമായി പുതുക്കിയിട്ടില്ലാത്ത ബാങ്ക് ജീവനക്കാരുടെ പെൻഷൻ പുതുക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. ഹൊസൂർ ബാങ്ക് ഹാളിൽ നടന്ന സമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് PRRS അയ്യർ ഉദ്ഘാടനം ചെയ്തു. നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. പെൻഷൻ അപ്ഡേഷൻ വേണമെന്നുള്ള ആവശ്യം അംഗീകരിക്കേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട്. തീർച്ചയായിട്ടും ബാങ്കുകൾ തയ്യാറാകും എന്ന സംശയമുണ്ട്. ബാങ്കിനെ സംബന്ധിച്ചും ബാങ്കിന്റെ കാര്യങ്ങളെ പറ്റി നമുക്ക് പറയേണ്ട കാര്യങ്ങൾ എല്ലാവരും പേപ്പർ വായിക്കുന്നവരാണ്. കോടിക്കണക്കിന് രൂപ കിട്ടാക്കളമായി എഴുതിത്തള്ളാൻ മല്ലയ്യ പോലുള്ള 9,000 കോടി രൂപ ബാങ്കിന് കൊടുക്കാൻ സുഖമായി കഴിയുന്നവരുണ്ട്. ഒരു പ്രശ്നങ്ങളില്ല. അതുപോലെ പല ആളുകൾ. AIBR കേന്ദ്ര കമ്മിറ്റി അംഗം AP രവീന്ദ്രനാഥൻ മുഖ്യപ്രഭാഷണം നടത്തി. കഴിഞ്ഞ 20 വർഷമായി പുതുക്കിയിട്ടില്ലാത്ത ബാങ്ക് ജീവനക്കാരുടെ പെൻഷൻ പുതുക്കുക, ഫാമിലി പെൻഷൻ കേന്ദ്ര സർക്കാരിലേതുപോലെ വർദ്ധിപ്പിക്കുക, ഗ്രാമീണ ബാങ്ക്, സ്വകാര്യ വിദേശ ബാങ്ക് ജീവനക്കാർക്കും ബാങ്ക് പെൻഷൻ അനുവദിക്കുക, ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയം 100%-ലധികം വർധനവ് വരുത്തിയത് പിൻവലിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് K. കരുണാകരൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി K. മധുസൂദനൻ, KP മുഹമ്മദ്, K. ബാലകൃഷ്ണൻ, K. മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു.
ദളിത് പീഡനത്തിനെതിരെ RSS BJP അക്രമ രാഷ്ട്രീയത്തിനെതിരെയും ദേശവ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ദളിത് കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. കുന്നുമ്മലിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ ആയിരക്കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. RSS BJP അക്രമ രാഷ്ട്രീയത്തിനെതിരെ ദേശവ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് ദളിത് കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചത്. KSKTU, PKS, AKS സംഘടനകളുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. തുടർന്ന് നടന്ന ധർണാ സമരം KSKTU സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി V. നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ദേശാഭിമാനത്തിന്റെ കൊടിക്കൂറ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു പ്രതിരോധ മുന്നേറ്റമാണ് ഈ മൂന്ന് സംഘടനകളും ചേർന്ന് കേരളത്തിൽ ഇന്ന് നടത്തുന്നത്. ദേശവ്യാപകമായി നടത്തുന്ന പ്രതിരോധ സംഗമത്തിൻ്റെ ഒരു തുടർച്ചയാണ് കേരളത്തിൽ ഇന്നേ ദിവസം ജില്ലാ കേന്ദ്രങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ് ഓഫീസിൻ്റെ മുന്നിലേക്ക് നടത്തുന്ന ഈ തരത്തിലുള്ള മാർച്ചും ധർണയും. കൊട്ടര വാസുദേവ് അധ്യക്ഷനായി. VK രാജൻ, AKS ജില്ലാ സെക്രട്ടറി ഒക്ലാവ് കൃഷ്ണൻ, KV കുഞ്ഞിരാമൻ തുടങ്ങിയവർ സംസാരിച്ചു. മോട്ടോർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് അസോസിയേഷൻ CITUവിന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. മുഴുവൻ സ്വകാര്യ ബസ് തൊഴിലാളികൾക്കും ജോലി സ്ഥിരതയും ഫെയർ വേജസും ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ടാണ് തൊഴിലാളികൾ മാർച്ച് നടത്തിയത്. കേരള സ്റ്റേറ്റ് ബസ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ 1 ലക്ഷത്തോളം വരുന്ന സ്വകാര്യ ബസ് ജീവനക്കാർക്ക് നിയമാനുസൃത വേതനങ്ങളും ആനുകൂല്യങ്ങളും ലഭിക്കാനും വ്യവസായം സംരക്ഷിക്കുന്നതിനും വേണ്ടിയാണ് മോട്ടോർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ച് സംഘടിപ്പിച്ചത്. ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് P. രാഘവൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്തിലെ മോട്ടോർ വ്യവസായം ഏറ്റവും വലിയ പ്രതിസന്ധിയിലാണ്. ആ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് എന്തുമാത്രം ചെയ്യാൻ സാധിക്കും ആ കാര്യങ്ങളെല്ലാം ഗവൺമെന്റ് ചെയ്യണം എന്ന് നമ്മൾ ആവശ്യപ്പെടുകയാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ട്രാൻസ്പോർട്ട് നയം എന്ന് പറയുന്നത്. ഒരു നയമില്ലാതെ കണ്ട് ഇത്രയും വളരെ പ്രധാനപ്പെട്ട കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന യാത്രക്കാരെയും കൊണ്ടുപോകുന്നത് സ്വകാര്യ ബസ്സുകളാണ്. ബാക്കി യാത്രക്കാരെയാണ് KSRTC കൊണ്ടുപോകുന്നത്. KSRTC ബാധിക്കുന്നതായാലും സ്വകാര്യ ബസ് മുതൽ ബസ് തൊഴിലാളികളെ ബാധിക്കുന്ന അല്ലെങ്കിൽ ബസ് വ്യവസായത്തെ ബാധിക്കുന്ന പ്രശ്നമെല്ലാം അടക്കം ഒരു പൊതുവായ നയം, ട്രാൻസ്പോർട്ട് നയം കേരള ഗവൺമെന്റ് ഉണ്ടാക്കണം. ദേശസാൽകൃത റൂട്ടുകളിലടക്കം ഓടിക്കൊണ്ടിരിക്കുന്ന സ്വകാര്യ ബസ്സുകൾ നിലനിർത്തുക, സ്വകാര്യ ബസ്സുകളും KSRTC ബസ്സുകളും തമ്മിലുള്ള മത്സരം ഒഴിവാക്കി ഇരുമേഖലകളെയും നിലനിർത്താനാവശ്യമായി RTO സമയപട്ടിക നിശ്ചയിച്ച് നൽകുക, ബസ്സുകളുടെ കാലാവധി 15 വർഷമായി നിജപ്പെടുത്തുക, ജനങ്ങളുടെയും തൊഴിലാളികളുടെയും സ്ഥാപനങ്ങളുടെയും താൽപര്യത്തിന് മുൻഗണന നൽകിക്കൊണ്ടുള്ള ട്രാൻസ്പോർട്ട് നയം നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങളാണ് കളക്ടറേറ്റ് മാർച്ചിൽ ഉന്നയിച്ചത്. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് P. അപ്പുക്കുട്ടൻ, ജില്ലാ സെക്രട്ടറി ഗിരികൃഷ്ണൻ, M. രാമൻ, TP പ്രമോദ്, TK രാജൻ, K. ഭാസ്കരൻ, K. സുരേന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. നാടൻ നെൽവിത്തനങ്ങളെ സംരക്ഷിച്ച കാട്ടുകുളങ്ങരയിലെ കുടുംബശ്രീ പ്രവർത്തകർ. അജാനൂർ കാട്ടുകുളങ്ങരയിലെ വൈഗ കുടുംബശ്രീയുടെ പ്രവർത്തകരാണ് വേറിട്ട കൃഷിയിലൂടെ വിജയം നേടുന്നത്. നാടൻ നെൽവിത്തനങ്ങൾ കാർഷിക മേഖലയിൽ ഇല്ലാതാകുമ്പോൾ അവയെ സംരക്ഷിച്ചു നിർത്താനുള്ള വഴികൾ തേടുകയാണ് അജാനൂർ കാട്ടുകുളങ്ങരയിലെ ഒരു കൂട്ടം കുടുംബശ്രീ പ്രവർത്തകർ. പരമ്പരാഗത കൃഷിയും കൃഷിരീതികളും പിന്തുടർന്നിരുന്ന കാട്ടുകുളങ്ങര പ്രദേശത്ത് നാടൻ നെൽവിത്തനങ്ങൾ ഇല്ലാതാകുന്നത് കണ്ടറിഞ്ഞാണ് പ്രദേശത്തെ വൈഗ കുടുംബശ്രീ പ്രവർത്തകർ നാടൻ നെൽവിത്തനങ്ങൾ തേടിയിറങ്ങിയത്. മുൻവർഷം 90 കയമയുമാണ് ഇവർ കൃഷിക്കായി ഉപയോഗിച്ചത്. 2 ഏക്കർ വയലിലായിരുന്നു കൃഷി ഇറക്കിയത്. മെച്ചപ്പെട്ട പരിചരണം നൽകിയതോടെ 250 പറ കൊയ്തെടുക്കാൻ കുടുംബശ്രീ പ്രവർത്തകർക്ക് സാധിച്ചിരുന്നു. മുൻവർഷത്തെ കാർഷിക വിജയം വീണ്ടും നാടൻ നെൽവിത്തനം കൃഷി ചെയ്യാൻ ഇവരെ പ്രേരിപ്പിക്കുകയായിരുന്നു. കണ്ണൂരിലെ ആദ്യകാല കർഷകരെ തേടിയിറങ്ങി കുറുവ നെൽവിത്ത് ശേഖരിച്ചാണ് ഇവർ മടങ്ങിയത്. വേവ് കുറഞ്ഞ അരി എന്ന പേരുള്ള കുറുവയുടെ പ്രത്യേകത ഏറെ പെരുമയുള്ളതാണ്. ഇത്തവണ പരീക്ഷണാടിസ്ഥാനത്തിൽ കുറുവ നെൽ കൃഷി ചെയ്യുകയായിരുന്നു.
വൈഗ കുടുംബശ്രീയുടെ പ്രവർത്തകരായ ഭവാനി, ഗൗരി, ജാനു, സരോജിനി, സിന്ധു എന്നിവരാണ് കൃഷിക്ക് നേതൃത്വമേകുന്നത്. നടീലുത്സവം വാർഡംഗം ടി മാധവൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഈ പ്രദേശം അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ ഒരു നാടാണ്. പണ്ട് കാലം മുതൽക്കേ നമ്മളെല്ലാം വളരെ ചെറുപ്പത്തിലേ വന്ന് നോക്കിയപ്പോൾ ഈ ഭാഗത്ത് കണ്ടം കൊത്തിയും കല്ലുകൊത്തിയും അതുപോലെ തന്നെ മറ്റ് പലതരം കൃഷികളൊക്കെ ചെയ്യുന്ന ആബാലവൃദ്ധം ജനങ്ങളെയാണ് വയൽ പ്രദേശത്തും പറമ്പിലും ഒക്കെ കാണുക. അപ്പോൾ അത് തീർച്ചയായിട്ടും എന്തു തന്നെയായാലും അതിൽ നിന്ന് പിറകോട്ട് ഈ നാട്ടുകാർ പോയിക്കൂടാ എന്നത് ഉറച്ച് തീരുമാനിച്ച നിലയിലാണ് ഇപ്പോഴും ഇങ്ങനെ സംഘമായി ചേർന്നിട്ട് പച്ചക്കറി കൃഷിയും അതുപോലെ നെൽകൃഷിയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. മികച്ച പരിചരണത്തിലൂടെ കുറുവ നെൽകൃഷി വിജയത്തിലെത്തിക്കാനുള്ള തീരുമാനത്തിലാണ് കുടുംബശ്രീ പ്രവർത്തകർ. ക്യാമറമാൻ ദിനേശിനോടൊപ്പം അനിൽ പുളിക്കാൽ, ന്യൂസ് ഡെസ്ക്, കാഞ്ഞങ്ങാട്. എല്ലാവർക്കും ഭൂമി എല്ലാവർക്കും വീട് എന്ന സന്ദേശവുമായി KSKTUവിന്റെ ക്യാമ്പയിൻ തുടങ്ങി. അജാനൂർ വില്ലേജ് കൺവെൻഷൻ നടന്നു. KSKTUവിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാവർക്കും ഭൂമി എല്ലാവർക്കും വീട് എന്ന ആശയവുമായി സംസ്ഥാന വ്യാപകമായി പ്രചരണം തുടങ്ങി. വില്ലേജ് കൺവെൻഷനുകൾക്കും തുടക്കമായി. അജാനൂർ വില്ലേജ് കൺവെൻഷൻ ജില്ലാ കമ്മിറ്റി അംഗം ചെറാക്കോട്ട് കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. TV പത്മിനി അധ്യക്ഷയായി. MV രാഘവൻ, C ബാലകൃഷ്ണൻ, AV പവിത്രൻ, K രാമചന്ദ്രൻ, V ശോഭ തുടങ്ങിയവർ സംസാരിച്ചു. തുടർ നടപടികളുടെ ഭാഗമായി പഞ്ചായത്തുകളിലേക്ക് മാർച്ച് നടത്തി രേഖ സമർപ്പിക്കാനാണ് തീരുമാനം. ന്യൂസ് ഡെസ്ക്, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് നഗരസഭയിലെ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രവർത്തികൾക്ക് തുടക്കമായി. 1 കോടിയിലേറെ രൂപ വകയിരുത്തിയാണ് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത്. കാഞ്ഞങ്ങാട് നഗരസഭയിൽ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിക്ക് വിവിധ വാർഡുകളിൽ തുടക്കമായി. 1 കോടിയിലേറെ രൂപ വകയിരുത്തി ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയാണ് പ്രവർത്തികൾ നടക്കുന്നത്. റോഡരികിലെ ഡ്രൈനേജ് നിർമ്മാണം, സാമൂഹ്യ വനവൽക്കരണം, റോഡരികിലെ കാട് വെട്ടിത്തെളിക്കൽ, വിവിധ ഭവന നിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി തറ നിർമ്മാണം തുടങ്ങിയവയാണ് പദ്ധതികൾ. തൊഴിലാളികൾക്ക് 150 രൂപ ദിവസവേതനം നൽകിയാണ് ഇപ്പോൾ പ്രവൃത്തി നടക്കുന്നത്. ഇത് 240 രൂപയായി പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട്. അതിയാമ്പൂർ 4-ാം വാർഡിൽ പദ്ധതിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. ADS പ്രസിഡന്റ് P വത്സല, VB പുഷ്പ, സുധാകരൻ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വമേകി. ചെർക്കളയിൽ പോലീസ് ചമഞ്ഞ അക്രമം നടന്നത് B.Ed വിദ്യാർത്ഥിക്ക് നേരെ. ചെർക്കള സൈനബ് B.Ed സെന്റർ വിദ്യാർത്ഥി പൃഥ്വിരാജിനാണ് സദാചാര ഗുണ്ടകളുടെ മർദ്ദനമേറ്റത്. തിങ്കളാഴ്ച വൈകിട്ട് കോളേജിൽ നിന്ന് പോകും വഴിയാണ് സംഭവം. സഹപാഠിയായ വിദ്യാർത്ഥിയുടെ പിറന്നാളാഘോഷത്തിനായി ഇവർ ബേക്കറിയിലെത്തി. എല്ലാവരും ഒരുമിച്ചിരുന്ന് ജ്യൂസ് കഴിച്ചുകൊണ്ടിരിക്കെ ഒരു സംഘം ആളുകൾ വന്ന് ആൺകുട്ടികളോട് മാറിയിരിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. ബിൽ തുക കൊടുക്കവെയാണ് അക്രമമുണ്ടായത്. കൂട്ടത്തിലുണ്ടായിരുന്ന പൃഥ്വിരാജിനെ തലയിൽ സോഡാ കുപ്പി കൊണ്ടടിച്ചു. ഉടഞ്ഞ കുപ്പി കഷ്ണം കൊണ്ട് കൈകളിൽ കുത്തുകയും ചെയ്തു. നമ്മൾ ഫ്രണ്ട്സുമായിട്ട് ബർത്ത്ഡേ പാർട്ടിക്ക് പോയതാണ്. ആ സമയത്ത് കുറെ ആൾക്കാരൊന്ന് ചോദ്യം ചെയ്തു, വിദ്യാർത്ഥികളൊന്നും ചെന്നിനാ വരുന്നതാണ്ട്. അപ്പോൾ നമ്മൾ കൂട്ടുകാരാണ്, ഒരേ ക്ലാസ്സിലവർ ഒന്നിച്ച് വരാൻ പാടില്ലെന്ന് പറഞ്ഞു. എന്നാൽ മാറിയിരുന്നു. ആദ്യം ബില്ല് കൊടുക്കാൻ പോകുമ്പോൾ ആദ്യം വന്നിട്ട് പ്രശ്നം ചെയ്തു. അപ്പോഴേക്ക് കുറെ ആൾക്കാർ വന്ന് അടിക്കാൻ ചെയ്തു. അതെ 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 കൂടിയിരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പിന്നെ ഒരു ഇഷ്യൂക്ക് നിൽക്കേണ്ടത് മാറിയിരുന്നിട്ട് രണ്ടാമത് ബില്ല് കൊടുക്കാൻ പോകുമ്പോഴാണ് ആദ്യം ചോദ്യം ചെയ്തത്. ഇല്ല ഒന്നും ഉണ്ടായിട്ടില്ല. ക്യാമ്പസിനകത്തൊന്നുമില്ല. സാരമായി പരിക്കേറ്റ പൃഥ്വിരാജിനെ നയനാർ സ്മാരക സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടതുകൈയിലെ ഞരമ്പ് അറ്റുവെന്നും തലയിൽ 5 സ്റ്റിച്ചുണ്ടെന്നും ഡോക്ടർമാർ പറഞ്ഞു. അതേസമയം നല്ല നടത്തിപ്പിന് ശിക്ഷിച്ച 2 പേരുടെ നേതൃത്വത്തിലാണ് അക്രമം നടന്നതെന്ന് പോലീസ് പറഞ്ഞു. വിദ്യാനഗർ പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. അതിഞ്ഞാൽ കോയാപ്പള്ളി മഖാം ഉറൂസ് നവംബർ 23 മുതൽ 28 വരെ വിവിധ പരിപാടികളോടെ നടക്കും. ഉറൂസിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 23 ബുധനാഴ്ച രാത്രി 7 മണിക്ക് സയ്യിദ് അബ്ദുറഹ്മാൻ ഇമ്പിച്ചിക്കോയ തങ്ങൾ അൽബുഖാരി ബായാറുടെ നേതൃത്വത്തിൽ കൂട്ടുപ്രാർത്ഥന നടത്തും. സിറാജുദ്ദീൻ അൽ ഖാസിമി പത്തനാപുരം മുഖ്യപ്രഭാഷണം നടത്തും. 24 വ്യാഴാഴ്ച അസർ നമസ്കാരത്തിന് ശേഷം കോയാപ്പള്ളി ഇമാം അമീറുദ്ദീൻ മദനി മഖാം സിയാറത്തിന് നേതൃത്വം നൽകും. തുടർന്ന് ഉറൂസ് കമ്മിറ്റി ചെയർമാൻ PB അബ്ദുൾ ഷുക്കൂർ പതാക ഉയർത്തും. മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് കാഞ്ഞങ്ങാട് സംയുക്ത ഗാസി സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും. കോയാപ്പള്ളി പ്രസിഡന്റ് KK അബ്ദുള്ള ഹാജി അധ്യക്ഷനാവും. 27 ഞായറാഴ്ച നടക്കുന്ന സമാപന കൂട്ടുപ്രാർത്ഥനയ്ക്ക് സയ്യിദ് ഇബ്രാഹിം ഖലീൽ അൽബുഖാരി നേതൃത്വം നൽകും. 28 പരിപാടികൾ സമാപിക്കും. 3 വർഷത്തിലൊരിക്കലാണ് സംഘടിപ്പിക്കുന്നത്. ജാതി മത ഭേദമന്യേ നിരവധി പേർ സന്ദർശിക്കുന്ന ഒരു ആത്മീയ കേന്ദ്രമാണ് കോയാപ്പള്ളി മഖാം.
23 ബുധനാഴ്ച രാത്രി 7 മണിക്ക് സയ്യിദ് അബ്ദുറഹ്മാൻ ഉച്ചിക്കോയ തങ്ങൾ ബുഹാരി പായാറുടെ നേതൃത്വത്തിൽ കൂട്ടുപ്രാർത്ഥന നടത്തും. സിറാജുദ്ദീൻ അൽ കാസിമി പത്തനാപുരം മുഖ്യപ്രഭാഷണം നടത്തും. 24 വ്യാഴാഴ്ച നമസ്കാരത്തിന് ശേഷം പയ്യാപ്പള്ളി ഇമാം മുഹീറുദ്ദീൻ മദനി മഖാം സിയാറത്തിന് നേതൃത്വം നൽകും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ കോയാപ്പള്ളി കമ്മിറ്റി പ്രസിഡന്റ് കെ അബ്ദുള്ള ഹാജി, ജനറൽ സെക്രട്ടറി KM അഹമ്മദ് അഷ്റഫ്, വൈസ് പ്രസിഡന്റ് മാട്ടുമൽ ഹസൻ, ഉറൂസ് കമ്മിറ്റി ചെയർമാൻ PB അബ്ദുൾ ഷുക്കൂർ ഹാജി, വൈസ് ചെയർമാൻ PM ഫാറൂഖ്, ജനറൽ കൺവീനർ ആഷിഖ് ഹന്ന, പോപ്പുലർ മൊയ്തീൻ കുഞ്ഞി, കൺവീനർമാരായ ഷബീർ മാട്ടുമൽ, റഫീഖ് പാലായി, ട്രഷറർ P മൊയ്തു എന്നിവർ സംബന്ധിച്ചു. കാഞ്ഞങ്ങാട് സ്വാമി നിത്യാനന്ദ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ വാർഷിക സ്പോർട്സ് ഡേ ആഘോഷം നടന്നു. വിവിധ കായിക മത്സരങ്ങൾ നടന്നു. കാഞ്ഞങ്ങാട് സ്വാമി നിത്യാനന്ദ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വാർഷിക സ്പോർട്സ് ഡേ ആഘോഷം ലോക പഞ്ചഗുസ്തി ചാമ്പ്യൻ പ്രതീഷ് ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. ഇന്നിവിടെ മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും കായിക താരങ്ങൾക്കും മത്സരത്തിൽ വിജയം നേടാൻ സാധിക്കില്ല എന്നത് നമുക്കെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. പക്ഷേ ഇന്നിവിടെ നടന്ന മത്സരത്തിൽ പങ്കെടുത്ത് വിജയിക്കാത്ത കുട്ടികൾ എന്നെക്കൊണ്ട് ഇനി ഇത് സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മത്സരത്തിൽ നിന്നും പിന്മാറരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളെപ്പോലെ തന്നെ ആദ്യമായി ഞാനൊരു മത്സരത്തിൽ പങ്കെടുത്തു. മിസ്റ്റർ സബ് ജൂനിയർ കാസർഗോഡ് കാഞ്ഞങ്ങാട് വെച്ചായിരുന്നു നടക്കുന്നുണ്ടായിരുന്നത്. അന്ന് എനിക്ക് 15 വയസ്സായിരുന്നു. വെറും 7 പേർ മാത്രമായിരുന്നു ആ മത്സരത്തിൽ പങ്കെടുത്തിരുന്നുള്ളൂ. എനിക്ക് അന്ന് 4th പ്ലേസ് ആയിരുന്നു കിട്ടിയത്. അപ്പം ഞാൻ ജനിച്ചു വളർന്ന നാടാണിത്, ഞാൻ കളിച്ചു വളർന്ന ഗ്രൗണ്ടാണിത്, എന്നെ അനുഭവിച്ച ഒരു ഗ്രൗണ്ട് കൂടിയാണിത്. പക്ഷേ എല്ലാവർക്കും ഒരു നല്ല മനസ്സുണ്ടാവണമെന്നില്ല. ആ മത്സരത്തിലുള്ള എന്റെ തോൽവി കുറച്ചാളുകൾക്ക് ഒരു പരിഹാസമായിരുന്നു. എന്നെ പരിഹസിച്ച് മത്സരത്തിൽ നിന്നും നിരുത്സാഹപ്പെടുത്താനുള്ള നല്ലൊരു കാര്യം തന്നെയായിരുന്നു അവർ ചെയ്തിരുന്നത്. പക്ഷേ അവരുടെ ആ വാക്കും പരിഹാസവും കേട്ട് ഞാൻ പിന്മാറുകയാണെങ്കിൽ ഇന്ന് എനിക്കിവിടെ അഭിമാനത്തോടു കൂടി ഇവിടെ നിൽക്കാനുള്ള ഒരു അവസരം ലഭിക്കില്ലായിരുന്നു. ഞാനതൊരു വാശിയോടുകൂടി തിനെടുത്ത് വളരെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് നെക്സ്റ്റ് ഇയർ അടുത്ത വർഷത്തെ മിസ്റ്റർ സബ് ജൂനിയർ കാസർഗോഡും കേരളത്തിൽ നിന്നും മിസ്റ്റർ സബ് ജൂനിയർ കേരള പദവി നേടിയെടുത്ത് കാസർഗോഡ് ജില്ലയിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു വ്യക്തി സബ് ജൂനിയർ കേരള പദവി നേടുന്നത്. ചടങ്ങിൽ PTA പ്രസിഡന്റ് KP മോഹനൻ അധ്യക്ഷനായി. സ്കൂൾ പ്രിൻസിപ്പൽ അരവിന്ദാക്ഷൻ മാസ്റ്റർ, മാനേജിംഗ് ട്രസ്റ്റി രത്നാകരൻ, B മോഹനൻ, കരീം കുശാൽ നഗർ, സുരേഷ്, പ്രിയ ടീച്ചർ, റീന ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് കാഞ്ഞങ്ങാട്. ഇരുവൃക്കകളും തകരാറിലായി ചികിത്സയിൽ കഴിയുന്ന കല്യാൺ റോഡിലെ വിനോദ് കുമാറിന് സുമനസുകളുടെ സഹായമെത്തുന്നു. RMS ബസ് കാരുണ്യയാത്രയും നടത്തി. ഇരുവൃക്കകളും തകരാറിലായി ശസ്ത്രക്രിയക്കായി കാത്തിരിക്കുന്ന കല്യാൺ റോഡിലെ കേബിൾ TV ഓപ്പറേറ്റർ വിനോദ് കുമാറിന് കാരുണ്യമതികളുടെ സഹായമെത്തുന്നു. വിനോദ് കുമാറിന്റെ ചികിത്സക്കായി കാഞ്ഞിരപ്പൊയിൽ കാഞ്ഞങ്ങാട് റൂട്ടിലോടുന്ന RMS ബസ് കാരുണ്യയാത്ര നടത്തുകയുണ്ടായി. ഒരു ദിവസത്തെ സർവീസിലൂടെ ശേഖരിച്ച പണം വിനോദ് കുമാറിന്റെ ചികിത്സക്കായി മാറ്റിവെക്കുകയായിരുന്നു. കാരുണ്യയാത്ര വഴി സ്വരൂപിച്ച സഹായം ചികിത്സാ സഹായ കമ്മിറ്റി ചെയർമാൻ അജയ്കുമാർ നെല്ലിക്കാട്ട് RMS ബസ് ഉടമ മനുവിൽ നിന്നും ഏറ്റുവാങ്ങി. ഗൾഫ് ഹാസ്ക ഫ്രണ്ട്സും നെഹ്റു കോളേജ് അലുമിനി ഫ്രണ്ട്സ്, തമ്പാൻ പൊതുവാൾ, മധു, ശ്രീധരൻ വെള്ളോട്ട് എന്നിവരും സഹായങ്ങളുമായി എത്തി. വിവിധ കൂട്ടായ്മയിലൂടെ സ്വരൂപിച്ച സഹായധനം നെട്ടൂർ ബാലകൃഷ്ണൻ ചികിത്സാ സഹായ കമ്മിറ്റി ചെയർമാനും വാർഡ് കൗൺസിലറുമായ അജയ്കുമാർ നെല്ലിക്കാട്ടിന് കൈമാറി. കിഡ്നി സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയ്ക്ക് കഴിയുന്ന വിനോദ് കുമാർ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് RMSന്റെ മാനേജിംഗ് ഡയറക്ടറായ ശ്രീ മനു ഏട്ടന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ കാഞ്ഞിരപ്പൊയിൽ കാഞ്ഞങ്ങാട് റൂട്ടിലോടുന്ന ബസിന്റെ ഒരു ദിവസത്തെ പണം വിനുവിന്റെ ചികിത്സാ സഹായത്തിന് വേണ്ടിയിട്ട് തന്നു. അതിൽ പങ്കെടുത്ത മുഴുവൻ നാട്ടുകാർക്കും അതുപോലെ തന്നെ RMS മാനേജിംഗ് ഡയറക്ടർക്കും ഈ കമ്മിറ്റിയുടെ പേരിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ചടങ്ങിൽ പ്രകാശൻ, ബാലകൃഷ്ണൻ, B നാരായണൻ, ഇലക്ട്രീഷ്യൻ ബാലകൃഷ്ണൻ, തമ്പാൻ നായർ, മുരളി, C ഗംഗാധരൻ, അശോകൻ മുട്ടത്ത്, ബാബു തുടങ്ങിയവർ സംബന്ധിച്ചു. രാവണീശ്വരം അപ്ലിയത്ത് തറവാട്ടിലെ കളിയാട്ട മഹോത്സവത്തിന് സമാപനം. കളിയാട്ടത്തിന്റെ ഭാഗമായി വിവിധ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തി. 2 ദിവസങ്ങളിലായി നടന്ന രാവണേശ്വരം അപ്ലിയത്ത് തറവാട്ടിലെ കളിയാട്ട മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനമായി.
മഹോത്സവത്തോടനുബന്ധിച്ച് വിഷ്ണുമൂർത്തി, പടിഞ്ഞാർ ചാമുണ്ടി, കാർണോൻ തെയ്യം, ഗുളികൻ തെയ്യം, മൂവാളംകുഴി ചാമുണ്ടി, പൊട്ടൻ തെയ്യം എന്നീ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തി. നിരവധി ആളുകൾ കളിയാട്ട മഹോത്സവം ദർശിക്കാൻ ക്ഷേത്രത്തിലെത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ സഹകാരികളും പ്രക്ഷോഭത്തിലേക്ക്. സഹകരണ ബാങ്കുകൾക്ക് മുന്നിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. ചെറുവത്തൂർ വിജയ ബാങ്ക് കവർച്ച, പ്രതികൾക്ക് 10 വർഷം കഠിന തടവ്, 75 ലക്ഷം പിഴ അടക്കാനും വിധി. കുണ്ടംകുഴിയിലെ സുമംഗലി ജ്വല്ലറി കവർച്ച, പ്രതികളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ 32ാമത് ജില്ലാ സമ്മേളനം നവംബർ 25 മുതൽ കാഞ്ഞങ്ങാട്ട്. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. ദളിത് പീഡനത്തിനെതിരെ ദളിത് കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് പ്രതിഷേധ മാർച്ച്. ബാങ്ക് ജീവനക്കാരുടെ പെൻഷൻ പുതുക്കി നൽകണമെന്നാവശ്യം. ഓൾ കേരള ബാങ്ക് റിട്ടയറീസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന് സമാപനം. നാടൻ നെൽവിത്തനങ്ങൾക്ക് സംരക്ഷകരായി കാട്ടുകുളങ്ങരയിലെ കുടുംബശ്രീ പ്രവർത്തകർ. കുറുവയും തൊണ്ണൂറാനുമെല്ലാം ഇവരുടെ കൈകളിൽ സുരക്ഷിതം. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.